അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കാണിക്കാൻ വന്നത് ടൊയോട്ട 2 ഇന്നോവയാണ്. രണ്ടും അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടികളാണ്. ഗ്രേ കളറും വൈറ്റും ഉണ്ട് വണ്ടി. ഒരു 7 സീറ്റ് വാഹനം എടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു വാഹനമാണ് ടൊയോട്ടൻ്റെ ഇന്നോവ. അതിനുള്ള കാരണം വണ്ടിൻ്റെ യാത്രാസുഖം അതുപോലെ തന്നെ ഡ്രൈവിംഗ് കംഫോർട്ടാണ്. 2500 CC വരുന്ന ഡീസൽ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ ഏകദേശം നമുക്കൊരു 12-13 ലെവലൊക്കെ മൈലേജ് വണ്ടിക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. ഈ നിലവിലുള്ളൊരു കേരള വണ്ടി ഉണ്ട്, ഒരു റീവണ്ടി ഉണ്ട്. കേരള വണ്ടി ടർബോ എഞ്ചിനാണ് വരുന്നത്, മറ്റേത് ഇൻ്റർകൂളർ എഞ്ചിനാണ് വരുന്നത്. അതിന് തന്നെ കേരള വണ്ടിയാണ് 7,25,000 രൂപ നമുക്ക് കൊടുക്കാൻ കഴിയും. പിന്നെ വരുന്ന റീവണ്ടിയാണ് 7,35,000 രൂപ നമുക്ക് കൊടുക്കാൻ കഴിയും. അപ്പോൾ ബാക്കി ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നോക്കുകയെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ വരുന്നത് 2012 മോഡലാണ്. നിലവിൽ 3ാമത്തെ ഓണർഷിപ്പിലാണ് വണ്ടി ഉള്ളത്. 2,30,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത്. വണ്ടിൻ്റെ ഓപ്ഷൻ വരുന്നത് V ആണ്, ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഫുൾ കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെയാണ്. 2,30,000 ഫുൾ സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. KL 14 കാസർഗോഡ് രജിസ്ട്രേഷനിലാണ് വണ്ടി നിലവിലുള്ളത്. അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. പക്ഷേ നല്ല എങ്കോരി വരുന്ന കളറാണ് ഗ്രേ കളർ. പിന്നെ വണ്ടി ഒറിജിനൽ കേരള വണ്ടിയാണ്. ഇൻറ്റീരിയർ ഭാഗം നോക്കുകയെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്, നല്ല സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. 7 സീറ്റാണ് വണ്ടി വരുന്നത്. 7 സീറ്റാണെന്ന് പറയാൻ കാരണം 8 സീറ്റും 7 സീറ്റും ഈ വണ്ടിയിൽ വരുന്നുണ്ട്. പിന്നെ V ആയതുകൊണ്ട് തന്നെ എല്ലാ ഫീച്ചേഴ്സും വണ്ടിക്ക് വരും. 2 എയർ ബാഗ്, ABS, കമ്പനി സ്റ്റീരിയോ, പിന്നെ ഓട്ടോ ക്ലൈമറ്റ്, AC, സ്റ്റിയറിംഗ് കൺട്രോൾ, പിന്നെ പവർ വിൻഡോസ്, അത്തരത്തിലുള്ള ഫീച്ചേഴ്സൊക്കെ വണ്ടിക്ക് വരുന്നുണ്ട്. അലോയ് വീല്. ടയർ ഭാഗമൊക്കെ നോക്കുക തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആവറേജ് ടയർ വണ്ടിക്കുണ്ട്. പിന്നെ വേറെ വണ്ടിക്ക് മേജർ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. സാധാ ടർബോ എഞ്ചിനാണ് വണ്ടിക്ക് വരുന്നത്, ഇൻ്റർകൂളറല്ല, സാധാ ടർബോ ആണ്. കേരള വണ്ടി ആയതുകൊണ്ട് തന്നെ Type 4ലാണ് വണ്ടി നിലവിലുള്ളത്. അപ്പോൾ വണ്ടിക്ക് റേറ്റ് വരുന്നത് 7,25,000 രൂപയാണ്. ഓൾമോസ്റ്റ് നമുക്കൊരു 4.5 ലക്ഷം വരെ ലോണും ചെയ്യാം വണ്ടിക്ക്. അടുത്ത വണ്ടി വരുന്നത് 2014 മോഡലാണ്, റീവണ്ടിയാണ്. നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി ഉള്ളത്. G4 ആണ് വണ്ടീൻ്റെ ഓപ്ഷൻ വരുന്നത്. പക്ഷെ നല്ല വൃത്തിയുണ്ട്, വൈറ്റ് കളറിലാണ് വണ്ടി ഉള്ളത്. 1,80,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത്. KL 71 നിലമ്പൂർ രജിസ്ട്രേഷനിലാണ് വണ്ടി നിലവിലുള്ളത്. നിലമ്പൂരിലേക്കാണ് വണ്ടി നമ്പറായിട്ടുള്ളത്. പിന്നെ ഇൻറ്റീരിയർ ഭാഗം നോക്കുകയെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയുള്ള സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതും സെയിം വണ്ടി തന്നെ, സെയിം 7 സീറ്റാണ് വണ്ടി വരുന്നത്. പിന്നെ വണ്ടി G4 ആയതുകൊണ്ട് തന്നെ ഫോൾഡർ, പവർ വിൻഡോ, മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്, സിംഗിൾ എയർ ബാഗ് വരും. പിന്നെ സ്റ്റീരിയോ വണ്ടിക്ക് വരുമില്ല, അഡീഷണൽ ഒരു ആൻഡ്രോയിഡ് സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്ക് വൈപ്പർ, അതുള്ള ഫീച്ചേഴ്സൊക്കെ വണ്ടിക്ക് വരുന്നുണ്ട്. ടയർ ഭാഗം അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടയറുണ്ട്. പിന്നെ വണ്ടീൻ്റെ എഞ്ചിൻ്റെ ടൈപ്പ് വരുന്നത് ഇൻ്റർകൂളറാണ്. പൊതുവേ റീവണ്ടികളൊക്കെ ഇൻ്റർകൂളർ എഞ്ചിൻ പൊതുവേ വരാറുണ്ട്. ഏകദേശം ഈ ഭാഗത്തായിട്ടാണ് വരുന്നത്. പിന്നെ വണ്ടി ഇൻ്റർകൂളർ ആയതുകൊണ്ട് നമുക്ക് ഏകദേശം ഒരു 13-14 ലെവലൊക്കെ ഹൈവേയിലും വണ്ടിക്ക് മൈലേജും കിട്ടും കേട്ടോ. അപ്പോൾ വണ്ടിക്ക് റേറ്റ് വരുന്നത് 7,30,000 രൂപയാണ്. ഓൾമോസ്റ്റ് നമുക്കൊരു 5.5 ലക്ഷം വരെയൊക്കെ വണ്ടിക്ക് ലോണും ചെയ്യാൻ പറ്റും. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മളെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മളെ സ്ഥലം വരുന്നത് കാക്കഞ്ചേരിയാണ്, രാമനാട്ടുകര അടുത്ത്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കൊക്കെ അടുത്താണ്. അപ്പോൾ ഇത്തരത്തിൽ ആരെങ്കിലുമൊക്കെ ഇന്നോവ അന്വേഷിച്ച് നടക്കുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. 2 കളറിലും വണ്ടി നിലവിലുണ്ട്, സ്റ്റോക്ക് ഉണ്ട്, ഗ്രേ കളറിലും വൈറ്റ് കളറിലും. അപ്പോൾ നിലവിൽ G4ലും Vയിലും വണ്ടി അവൈലബിൾ ആണ്. അപ്പോൾ ബാക്കി ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മളെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി.